ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് മിക്സ്ചർ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡോ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പത്തിരി, ഇടിയപ്പം അതിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് നമ്മൾ എടുത്ത അളവിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നോക്കി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോ നല്ല സോഫ്റ്റായി കിട്ടണം. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന അച്ചുണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഹോളുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ ഹോളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി വരും നമ്മൾ ഓയിലിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇച്ചിരി കൂടി വണ്ണുള്ള ഹോൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത്രയും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറുതാണുള്ളത്. അപ്പോൾ അതിട്ടിട്ടാണ് ഞാനിപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ആ അച്ചിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി ഡോ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സാധാരണ നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഓയിലേക്ക് തന്നെ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെ, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹോള് ചെറുതായിരുന്നല്ലോ, നമ്മുടെ അച്ചിൻ്റെ ഹോൾ ചെറുതായിരുന്നു. അത് കാരണം തന്നെ പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അധികം നേരമൊന്നും എടുക്കില്ല. അപ്പോൾ ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ ഡോയും ഞാൻ ഇതുപോലെ റെഡിയാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാലൻസ് വന്ന ഈ ഡോയിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കി ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബോന്തി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. സെയിം ഈ പൊടികൾ തന്നെ ചേർത്തിട്ട് ലൂസായിട്ടൊന്ന് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ട് ഹോളുള്ള ഒരു പാത്രത്തിൽ കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ ബോന്തി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ബാലൻസ് വന്ന പൊടിയിൽ ഇതുപോലെ ഒന്ന് ബോളാക്കി കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് അതെടുത്ത് മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഓയിലിൽ തന്നെ പീനട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് അതിലേക്ക് ഞാൻ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പൊട്ടുകടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് അതെടുത്ത് മാറ്റാം. ഇനി ഞാൻ അതിലേക്ക് ആ ഓയിലിലേക്ക് തന്നെ 3 വെളുത്തുള്ളി തൊണ്ടോട് കൂടിയുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആ ഓയിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാവരും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സറിൻ്റെ മിക്സുകളെല്ലാവരും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കിയ ആ മിക്സറിൻ്റെ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. ചെറിയ ചെറിയ പീസാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇത് 3 ഞാൻ കുറേശ്ശെ ഒന്ന് തൂളി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എരിവൊക്കെ കൂടുതൽ വേണ്ടവരാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മിക്സറോടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്